വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ചായ കുടിച്ചോ? ചോറൊക്കെ ഉണ്ടോ? എന്തൊക്കെയാണ് പരിപാടികൾ? അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ തമിഴ്നാട് സ്പെഷ്യലായിട്ടുള്ള വാഴയ്ക്ക പൊടി മാസമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇവിടുത്തെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ഡിഷായിരുന്നു കേട്ടോ. അമ്മ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റായിരുന്നു. അതിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ വാഴയ്ക്ക പൊടി മാസം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം അതിനാദ്യം 2 കായ എടുത്തിട്ട് അതിൻ്റെ തലയും വാലൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് വേവിക്കാൻ വയ്ക്കുക. കുറച്ച് ഉപ്പിടുക കേട്ടോ ആവശ്യത്തിന്. മുഴുവൻ ഒരുപാട് വെന്ത് പോകരുത് കേട്ടോ. ഈ കളറ് മാറുന്നവരെ, അതായത് ഒരു പാതി വേവാനേ പാടുള്ളൂ കേട്ടോ. എന്നിട്ടത് നമ്മൾ തണുക്കാൻ വയ്ക്കുക. തണുക്കാൻ വെച്ചതിന് ശേഷം അതിൻ്റെ തൊലി ഇങ്ങനെ അടർത്തിയെടുത്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് അടർത്തിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു സ്ക്രാപ്പറിൽ വന്നിട്ട് നമ്മൾ നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിൽ കടുക്, ജീരകം, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് ഇതൊക്കെ വന്നിട്ട് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ വന്നിട്ട് ആഡ് ചെയ്യുക കേട്ടോ. വെളുത്തുള്ളി വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ സ്മെല്ലിന് വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ചേർത്തതിന് ശേഷം നന്നായിട്ട് വന്നിട്ട് ഇത് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സ്ക്രേപ്പ് ചെയ്ത് വെച്ച വാഴയ്ക്ക, അതായത് കായ നമുക്കതിലോട്ട് ഇടാം. ഇനി ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇടാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതെന്ത് ചെയ്യാം, നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം എന്നിട്ട് മല്ലിയില വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. എനിക്ക് മല്ലിയില സ്മെല്ല് അത്ര ഇഷ്ടമല്ല, പക്ഷേ ഇവിടെ വീട്ടിലെല്ലാവർക്കും അത് ഓക്കെയാണ് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. ചിലവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല, വെളുത്തുള്ളിയുടെയും മല്ലിയിലയുടെയും ഒന്നും ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. അപ്പം എന്നിട്ട് നമ്മൾ സാമ്പാറിൻ്റെ കൂടെ ഇത് വന്നിട്ട് സെർവ് ചെയ്യാം കേട്ടോ. സാമ്പാറിൻ്റെ കൂടെ, മോരുകറിയുടെ കൂടെ, ഇല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട, നമുക്ക് ഈ ഉപ്പേരി മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയാം കേട്ടോ. അപ്പം എനിക്ക് നാട്ടിൽ നിന്നൊന്നും ഇതത്ര കേട്ടുകേൾവി ഇല്ലാത്തൊരു ഡിഷാണ് കേട്ടോ. മലയാളികൾക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഡിഷല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ടാറ്റ.